സ്പൂൺ ഫീഡിങ് പണ്ടത്തെ സിനിമകളും സീരീസുകളിൽ നിന്നും ഇന്നത്തെ സിനിമകളിലേക്ക് വരുന്ന സമയത്തുള്ള ഒരു മേജർ ഡിഫറൻസ് ആണ് ഈ സ്പൂൺ ഫീഡിങ്. പണ്ടത്തെ സിനിമകളിൽ നമുക്കറിയാം, നമ്മൾക്ക് എല്ലാം അവർ കാണിച്ചു തരും. അതായത് കാണുന്ന ഓഡിയൻസിലേക്ക് എല്ലാ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും വീണ്ടും വീണ്ടും ചിലപ്പോൾ ആവർത്തിച്ച് കാണിച്ചു തരും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഫിലിം മേക്കേഴ്സ് അങ്ങനെയല്ല. ഈ ഒരു സ്പൂൺ ഫീഡിങ് മെത്തോളജി അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് ഇന്ന് പലരും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് എല്ലാ കാര്യങ്ങളും ഓഡിയൻസിലേക്ക് ഡയറക്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് ഓഡിയൻസിനെ അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇന്നലെ ഇറങ്ങിയിട്ടുള്ള കേരള ക്രൈം ഫയൽസിന്റെ സീസൺ 2 എന്ന് പറയുന്ന ഒരു സീരീസ് കണ്ട സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇന്നലെ കേരള ക്രൈം ഫയൽസിന്റെ സീസൺ 2 റിലീസ് ചെയ്തിട്ടുള്ളത്. ബാഹുൽ രമേശ്, ഈ ഒരു പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആരാണെന്ന് മനസ്സിലാവില്ല. പക്ഷേ കിഷ്കിന്ധ കാണ്ഡത്തിന്റെ റൈറ്റർ എന്ന് പറയുന്നതാണ് ആ ഒരു ഐഡന്റിറ്റി. കിഷ്കിന്ധ കാണ്ഡത്തിന്റെ റൈറ്റർ ആയിട്ടുള്ള ബാഹുൽ രമേശാണ് ഈ സീസൺ 2 മെയിൻ ആയിട്ടുള്ള റൈറ്ററിൽ വരുന്നത്. അതുപോലെ തന്നെ അഹമ്മദ് കബീറാണ് സംവിധാനം. അതായത് ജൂണും അതുപോലെ തന്നെ മധുരം എന്നീ സിനിമകളുടെയൊക്കെ സംവിധായകനാണ്. ഹേഷം അബ്ദുള്ളാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ടാഗ് ലൈനിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇൻ സെർച്ച് ഫോർ CPO അമ്പിളി രാജ്. ഇത് തന്നെയാണ് ഈ ഒരു സീരീസിന്റെ കോർ കഥ എന്ന് പറയുന്നത്. അതായത് ഇന്ദ്രൻസ് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അമ്പിളി എന്ന് പറയുന്ന ഒരു CPO. ഇദ്ദേഹത്തിന്റെ മിസ്സിംഗിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. അദ്ദേഹം എവിടെ പോയി എന്നുള്ളിടത്താണ് കഥ തീരുന്നത്. ക്വാളിറ്റി സ്റ്റഫ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത് തന്നെയാണ് ഈ ഒരു സീരീസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് റൈറ്റിംഗിലെ ഡെപ്ത്. 30 മിനിറ്റിൽ താഴെയുള്ള ഒരു 6 എപ്പിസോഡാണ് ഈ ഒരു സീരീസിൽ വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വെബ് സീരീസ് എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ വെബ് സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോണ്ടന്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് വരുന്നതാണ് നമ്മൾ ഫസ്റ്റ് സീസൺ അല്ലെങ്കിൽ ഫസ്റ്റത്തെ എപ്പിസോഡ് വഴി തന്നെ ഓഡിയൻസിനെ ഹുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു 25 മിനിറ്റ് താഴെയുള്ള ഒരു എപ്പിസോഡായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് 6 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു സിനിമയുടെ അതേ ഡ്യൂറേഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു 25 മിനിറ്റ് താഴെയുള്ള എപ്പിസോഡായിട്ട് അവർ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആ 25 മിനിറ്റ് ഓഡിയൻസിനെ എൻഗേജ് ചെയ്ത് ഇരുത്താൻ വേണ്ടി പറ്റണം. അത് ഇവിടെ സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ് ഈ ഒരു സീരീസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സ്ക്രിപ്റ്റിനെ, ആ ഒരു സ്ക്രീൻ പ്ലേനെ മേക്കിംഗ് കൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുകയും ഇത് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സീസണിൽ അജു വർഗീസും ലാലുവാണ് മെയിൻ ആയിട്ട് ഒരു കോമ്പിനേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ അത് അർജുൻ രാധാകൃഷ്ണനും ലാലുവാണ്. അതായത് ഇവർ മാത്രമല്ല, ഇതിനെ കൂടാതെ ജിയോ ബേബി, നൂറിൻ ഷെറീഫ്, പിന്നെ അജു വർഗീസും കൂടി ഉണ്ട്. ഇത്തരത്തിലുള്ള സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സും ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ലാലിന്റെ ഫസ്റ്റ് സീസണിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ചെറിയ ചെറിയ തെറിവിളികളും ട്രോൾ മെറ്റീരിയൽസും ഒക്കെ ഈ ഒരു സീസണിലും ഉണ്ട്. അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമാണ് അത്തരത്തിലുള്ള ഡയലോഗ്സ് ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ കൃത്യമായിട്ട് ബ്ലെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഓരോ എപ്പിസോഡുകളായിട്ട് വരുന്നുണ്ട്. പക്ഷേ ആ ഓരോ ക്യാരക്ടറിനെ നമ്മൾ ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു റൈറ്റിങ്ങിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മേക്കിങ്ങിൽ, ഡയറക്ഷനിൽ വന്നപ്പോഴും മ്യൂസിക്കിലും എഡിറ്റിങ്ങിലും കളർ ഗ്രേഡിങ്ങിലും കംപ്ലീറ്റ് ഡൊമിനേഷൻ. ആ ഓരോ സെക്ഷനിലും ഓരോ ടെക്നോളജി എത്രത്തോളം അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്തത്. ജിയോ ഹോട്ട്സ്റ്റാർ പോലൊരു പ്ലാറ്റ്ഫോമിലേക്ക് മലയാളത്തിൽ നിന്ന് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു എൻഗേജിങ് ആയിട്ടുള്ള, ഹുക്കിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആളുകളെ പിടിച്ചിരുന്ന രീതിയിലുള്ള ഒരു സംഭവം കൃത്യമായിട്ട് അവർ വർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു ക്രൈം ഫയൽസിന്റെ സീസൺ 2 വരുന്ന സമയത്ത് എനിക്ക് എടുത്ത് പറയാനുള്ളത്. പിന്നെ ഹരിശ്രീ അശോകന്റെ ഒരു കാസ്റ്റിംഗ്, അത് നല്ലൊരു കാസ്റ്റ് ആയിരുന്നു, നല്ലൊരു ക്യാരക്ടറായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെറിയ സമയമുള്ളൂ. പക്ഷേ അതാണ്, എത്ര ചെറിയ സമയമാണ് വരുന്നത് എന്നുണ്ടെങ്കിലും ഓരോ ക്യാരക്ടറിനും ഒരു സ്പേസ് കൊടുത്ത് കൃത്യമായിട്ടുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തുകൊണ്ടാണ് ആ ഒരു സംഭവം അവർ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ പോയിട്ട് 6ാമത്തെ എപ്പിസോഡ് എത്തുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്പൂൺ ഫീഡിങ് ആയിട്ടുള്ള ക്ലൈമാക്സ് അല്ല. അതായത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നുകൊണ്ട് ഓക്കെ, ഇനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല, കാരണം കാണുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ള എഡിറ്റിംഗ് ടേബിളിൽ നിന്നുള്ള ആ ഒരു കൺവേർഷൻ തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. കാരണം അത് ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് മുന്നേ, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു സിനിമ ആയിരുന്നുണ്ടെങ്കിൽ ആ സംഭവങ്ങളൊക്കെ വീണ്ടും നമുക്ക് കാണിച്ചു തരും സീൻ ബൈ സീൻ. പക്ഷേ ഇതങ്ങനെയല്ല. നമുക്ക് മനസ്സിലായി ഓക്കെ എന്തുകൊണ്ടാണ് അത് അവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് കാണിക്കുന്നില്ല. അതിനുശേഷം എന്താണ് നെക്സ്റ്റ് എന്നുള്ള രീതിയിലേക്ക് പോയിട്ട് ക്ലൈമാക്സിൽ ചെറിയൊരു നല്ലൊരു സംഭവങ്ങളൊക്കെ കൊടുത്ത് കൃത്യമായിട്ടുള്ളൊരു എൻഡിങ്ങോടുകൂടിയാണ് സിനിമ അല്ലെങ്കിൽ സീരീസ് അവസാനിക്കുന്നത്. നമ്മളിപ്പം പുറത്തുള്ള, ഇപ്പം ഇന്ത്യയിൽ തന്നെ നമ്മൾ മിർസാപൂറും സീക്രട്ട് ഗെയിംസ് ഒക്കെ പോലുള്ള സീരീസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത്രയ്ക്കൊന്നുള്ളതുള്ള അല്ലെങ്കിൽ ആ ലെവലിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വയലൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമല്ല. പക്ഷേ മലയാളത്തിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അതിനെ എത്രത്തോളം മാക്സിമം നമ്മൾക്ക് അതൊരു മേക്കിംഗ് വഴി അല്ലെങ്കിൽ കോണ്ടന്റ് വഴി മികവുറ്റതാക്കാം എന്നുള്ളതാണ് ഈ ഒരു സീരീസിൽ എനിക്ക് കണ്ടിട്ടുള്ളത്. അത് സക്സസ്ഫുൾ ആയതായിട്ടും എനിക്ക് തോന്നി, പേഴ്സണലി എനിക്ക് തോന്നി, എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്വാളിറ്റി സ്റ്റഫിൽ നല്ലൊരു സാധനം തന്നെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീസൺ 3 കൂടി വരട്ടെ. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ, നല്ല ക്വാളിറ്റി സ്റ്റഫുകളൊക്കെ നമുക്ക് മലയാളത്തിൽ നിന്നും എടുത്തു പറയാൻ വേണ്ടി വരട്ടെ. ഓക്കെ.